ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു ഇന്റർഫെക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പെട്ടെന്ന് പോകാം. സോ അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, എന്നാൽ നമ്മൾ പറഞ്ഞ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീഴുകയാണെങ്കിൽ നമ്മൾ ബൈ ഓൺ ദ ഡിപ്സ് നോക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. മാർക്കറ്റ് അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലൊന്ന് ടാപ്പ് ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡേയിലൂടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു. അത് ബൈ ഓൺ ദ ഡിപ്സ് മാർക്കറ്റ് നേരെ ഡേ ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ഉള്ളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഫുൾ ഡേ ഉണ്ടായിരുന്നത്. ബട്ട് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു ബൈ ഓൺ ദ ഡിപ്സ്. ഓക്കെ, നമ്മൾ നല്ല താഴെ നിന്ന് ഒരു എൻട്രി എടുക്കാൻ വെയിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് ആ രണ്ട് മൊമെൻറ്റും സോ ഈ ഒരു ഡിപ്പ് ഒന്ന് കളക്ട് ചെയ്തവർക്കും പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഈ ഒരു ഡിപ്പ് ഒന്ന് കളക്ട് ചെയ്തവർക്കും പ്രോഫിറ്റ് ആയിട്ടുണ്ട്. സോ രണ്ട് ഡിപ്പൊന്ന് എടുത്തവർക്കും പ്രോഫിറ്റ് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പെട്ടെന്ന് പോകാം. സോ നാളെ നിങ്ങൾ ഓർക്കണം, മാർക്കറ്റ് നാളെ എക്സ്പയറി ഡേ ആണ്. ആൻഡ് നാളെ PCR നോക്കുകയാണെങ്കിൽ 1.36 ബുള്ളിഷ് PCR. ബട്ട് നാളെ എക്സ്പയറി ഡേയും കൂടിയാണ്, അത് ആലോചിക്കണം. അപ്പം നാളെ മാർക്കറ്റ് മേ ബി ഒരു റേഞ്ച് ബൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് നോക്കി ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ 3 PM സ്ട്രാറ്റജി യൂസ് ചെയ്യാം ആഫ്റ്റർനൂൺ. ഓക്കെ, നാളെ എക്സ്പയറിയുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ 24,000 നമ്മുടെ മേജർ സപ്പോർട്ടാണ്. ഈ ഒരു ഏരിയയൊക്കെ നമ്മുടെ മേജർ സപ്പോർട്ടാണ്. സോ നാളെ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ആദ്യം തന്നെ ചാടിക്കയറി ബൈ ചെയ്യരുത്. ഇതേപോലെ ഒരു സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുകയാണെങ്കിൽ സപ്പോർട്ടിൽ മുകളിലോട്ട്, സോ അതിൻ്റെ ഹൈയിൽ നിന്ന് എൻട്രി എടുക്കുക, മുകളിലോട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്സ് തന്നെയാണ്. ഇൻ കേസ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അതല്ല മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിനെ താഴോട്ട് ട്രേഡ് ചെയ്യുക. താഴോട്ട് ഈ ഒരു എം പാറ്റേൺ വന്ന് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുക ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് താഴെ വന്നിട്ട് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ വീണ്ടും ബൈ ഓൺ ദ ഡിപ്സ് തന്നെ നോക്കുക. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്സ് തന്നെ നോക്കുക. ഓക്കെ, മാർക്കറ്റ് 24,000 മുകളിൽ ഹോൾഡ് ചെയ്യുന്നിടത്തോളം സമയം മാർക്കറ്റ് ബുള്ളിഷാണ്. നമുക്ക് ബൈയിങ് ട്രേഡാണ് നോക്കേണ്ടത്. മാർക്കറ്റ് നോക്കേണ്ടത്. സോ ഇവിടുന്ന് ബൈ ചാൻസ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യുക. സോ അതിനുവേണ്ടി പേഷ്യൻസ് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഗ്യാപ്പ് ആണെങ്കിൽ താഴെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ അഗ്രസീവ് ഇവിടുന്ന് ട്രേഡ് ചെയ്യണമെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ട്രേഡ് ചെയ്യുക. താഴെ വന്നിട്ട് മുകളിലോട്ടുള്ള ട്രേഡ് ആയിരിക്കും എപ്പോഴും നല്ലത്. സോ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള ട്രേഡിംഗ് ആയിരിക്കും എപ്പോഴും നല്ലത്. അതല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഞാൻ പറഞ്ഞു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. സോ ഗ്യാപ്പ് ഡൗൺ ആയി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യാം. അത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സോ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാം. സോ എവിടെയാണോ ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് വീഴുന്നത് അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള, അതായത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, എസ്പെഷ്യലി പറയുന്നത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് മുകളിലോട്ട് എൻട്രി എടുക്കുക. ഓക്കെ, സോ മാർക്കറ്റ് ട്രെൻഡ് ഇപ്പം മാർക്കറ്റിൻ്റെ അപ്പ് ട്രെൻഡിലാണ്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് മുകളിലോട്ടാണ് നിൽക്കുന്നത്. സോ എപ്പോഴും ഡിപ്പൊന്ന് മുകളിലോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ 50 മിനിറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഇന്നും ഇതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിരിക്കും മാർക്കറ്റ് ശ്രമിക്കുക. സോ മാർക്കറ്റ് എപ്പം മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മാർക്കറ്റ് ഒരിക്കലും നേരെ മൂവ് ചെയ്തില്ല. മാർക്കറ്റ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തുള്ളൂ. സോ എപ്പോഴും താഴെ വന്നിട്ടുള്ള എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് അതാ നേരിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യും. ഇവിടുന്ന് ഹൈ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി കിട്ടിയില്ല. മാർക്കറ്റ് നേരെ അങ്ങ് മൂവ് ചെയ്യുകയാണെങ്കിലും വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ എം നോട്ട് വെൽ ടുഡേ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.